ഹലോ ഹായ് നമസ്കാരം, ഞാൻ പ്രിയങ്ക. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരച്ച മുട്ടക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേന് ഒരു 1/4 ബൗള് തേങ്ങ ചിരവിയതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണ് എണ്ണയോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം, ഇല്ലെങ്കിൽ ഈ തേങ്ങയെല്ലാം കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്താ തേങ്ങയുടെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകും. അപ്പോഴത്തേനും നമ്മുടെ തേങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ദാ കണ്ടോ, ഇങ്ങനെ കിട്ടണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളോട് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല പൊടിച്ചത്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇത്ര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്ലെയിം കുറയ്ക്കണം, അല്ലെങ്കിൽ നിർത്തണം, ഇല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ തേങ്ങയുടെ അരപ്പിന് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇടാം, സവാളയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഈ സവാളയെല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടി ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാളയെല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. ഇങ്ങനെ അടച്ച് വെച്ചാൽ സവാളയെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ടോ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കുക. ഇനി ഇതിനകത്തോട്ട് ഒരു തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനി ഇതും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നന്നായിട്ട് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പുണ്ടല്ലോ തേങ്ങയുടെ, അതിങ്ങനെ അരച്ച് വെച്ചിരുന്നു. നല്ല പേസ്റ്റായിട്ട് അരക്കണം കേട്ടോ. തരികളൊന്നും ഒട്ടും ഇല്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ഞാൻ അതോട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. തിള വരട്ടെ, നന്നായിട്ട് തിളച്ച് വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഞാനിപ്പോൾ ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ മുട്ടയുടെ ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കീറിയതാണ്, അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇനി എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വറുത്തിടാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിനകത്തോട്ട് കറിവേപ്പിലയും ഉള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടിട്ട് മൂപ്പിച്ചെടുത്ത് കറിക്കോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നമ്മുടെ കടുക് വറുത്തെല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ മുട്ടക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സെർവിങ് പാത്രത്തിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട്. കണ്ടോ, നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പാലപ്പത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഈ പാലപ്പത്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു.